നമുക്കൊരു ചിന്തയുണ്ട്, നമുക്ക് ഒരു മനസ്സാണുള്ളത്. അല്ല, പല മനസ്സുണ്ട്, പല സ്വഭാവമുണ്ട്. അതിലൊരു ഉദാഹരണം പറയട്ടെ. നമ്മുടെ മുന്നിൽ ഒരാൾ വരുന്നു. അദ്ദേഹത്തോട് നമ്മൾ സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെക്കുറിച്ചുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഒരു നിഴല് പോലെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകും. ഒരു വ്യക്തി വരുമ്പോൾ അദ്ദേഹത്തോട് എന്തുണ്ട് സുഹൃത്തെ വിശേഷം എന്ന് പോസിറ്റീവായിട്ട് ചോദിക്കുന്നതിനൊപ്പം നിഴല് പോലെ അദ്ദേഹത്തെക്കുറിച്ചുള്ള രാവിലെ വന്നിരിക്കുന്നു, വേറെ പണിയൊന്നുമില്ല, 5 പൈസയ്ക്ക് അവനെയും കൊണ്ട് ഉപകാരമില്ല എനിക്ക്, ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകും. ഇങ്ങനെ ഇത്തരത്തിലുള്ള നിരവധി ചിന്തകൾ അടങ്ങിയതാണ് ഒരു വ്യക്തിയുടെ മനസ്സ് എന്ന് പറയുന്നത്. ഈ ഈ മനസ്സിൻ്റെ ഈ ചലനങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു സംസ്കാരം, ഇതിനെ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ ശക്തി ഇല്ലാതാക്കുക, അല്ലെങ്കിൽ ഈ മനസ്സിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് അറിയുക, ഇതാണ് ധ്യാനത്തിലൂടെ, യോഗയിലൂടെ നമ്മൾ പഠിക്കുന്നത്.